മഴക്കാലം എത്തിയതോടെ ചെമ്മാട്ടങ്ങാടിയിൽ മണ്ണും ചെളിയും ഒലിച്ച് റോഡിൽ അപകട സാധ്യത. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കീറിയ റോഡുകൾ മണ്ണിട്ട് മൂടിയതിന് പിന്നാലെ ടാർ ചെയ്യാതിരുന്നതോടെയാണ് ചെമ്മാട്ടങ്ങാടിയിൽ റോഡിലേക്ക് ചെളികൾ നിറഞ്ഞത്. ഇത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും വ്യാപാരികർക്കും ദുരിതത്തിലാക്കി. ഇരുചക്ര വാഹനങ്ങൾ ചെളിയിൽ തെന്നി വീഴുന്നതും കാൽനട യാത്രക്കാർക്ക് മേൽ ചെളി തെറിക്കുന്നതും പതിവ് കാഴ്ചയാവുകയാണ്. മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. ചെമ്മാട് ടൗണിൽ ശുദ്ധജല പദ്ധതിക്കായി റോഡിൽ കുഴിയെടുത്തതോടെയാണ് യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിലായിരിക്കുന്നത്. നേരത്തെ ഗതാഗതക്കുരുക്ക് മൂലം വലഞ്ഞ ജനങ്ങൾക്ക് ഇരട്ടി ആഘാതമാണ് നിലവിലെ ചെമ്മാട് ടൗണിൽ അധികൃതർ നൽകുന്നത്. ശുദ്ധജല പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാൻ കരിപ്പറമ്പിൽ നിന്നും കക്കാട് വരെ പരപ്പനങ്ങാടി കക്കാട് റോഡിലാണ് കുഴിയെടുത്തിരിക്കുന്നത്. ഇവ മണ്ണിട്ട് മൂടിയെങ്കിലും റീടാറിംഗ് ചെയ്തിട്ടില്ല. ഇതിനു പിന്നാലെ മഴക്കാലം കൂടി എത്തിയതോടെ പൊടിശല്യത്തിന് പുറമെ ചെളിയുമായി. റോഡിൽ പലപ്പോഴും ഇരുചക്ര വാഹനയാത്രികർ ഇതിൽ തെന്നി വീഴുന്നതും പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിൽ നിറയെ ചെളിയായിരുന്നു. മണ്ണിട്ട് മൂടിയതുമൂലം മഴയിൽ മണ്ണെല്ലാം റോഡിലേക്കൊഴുകി. യാത്രക്കാർക്ക് മേൽ ചെളി തെറിക്കുന്നത് പതിവാണെന്നും റോഡിൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് ഉടനടി പരിഹാരം കാണണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം. ഇവിടെ വന്നതിൽ വണ്ടിയിലിരിക്കാൻ വയ്യ. അപ്പോൾ ചളിയൊക്കെ കിട്ടി വന്നിട്ട് വേറെ ബസ്സൊക്കെ പോകുമ്പോൾ അങ്ങനെ മേത്ത് തീർക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളിവിടെ വിമാനക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് കംപ്ലീറ്റ് ഡ്രസ്സ് കൊണ്ടുവരുന്നത് ആകെ പ്രശ്നമാണ്. കാരണം എന്താ പറഞ്ഞാൽ യാത്രക്കാർ ഇതേക്കാട്ടിയാണ് ഇപ്പോൾ നമ്മളെ നേരം വെച്ച് വൈകുന്നേരം ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമാണ്. പിന്നെ വോട്ടൊക്കെ പോയി കംപ്ലീറ്റ് ഞങ്ങൾ നേരം വെച്ച് വൈകുന്നേരം വരേക്കും ആദ്യത്തെ പകുതി ആൾക്കാർ ഇപ്പോൾ ഇവിടെ വണ്ടി വിൽക്കാൻ വരുന്നില്ല. ഈ പ്രയാസം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം. ഈ മഴക്കാലത്തിന്റെ മുന്നേ സ്കൂളൊക്കെ തുറക്കാൻ പോകില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങാടിൽ ഇറങ്ങാൻ കഴിയില്ല. കുട്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. മൂപ്പര് പറഞ്ഞില്ല, അതേമാതിരി തന്നെ വലിയ പ്രയാസം അല്ലായിട്ട് ആളുകൾക്ക് പ്രയാസം. വണ്ടിയാണെങ്കിൽ റോഡ് ബ്ലോക്കായിട്ട് ഈ പേരും പറഞ്ഞാൽ അതാണ് ബ്ലോക്കായി നിൽക്കുകയാണ്. എത്രയും വേഗം ധാര ചെയ്യുക, അതല്ലാതെ നമുക്കൊന്നും പറയാനില്ല. കാണണം. പൈപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ റീടാറിംഗ് ചെയ്യാമെന്നാണ് നഗരസഭ അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. വ്യാപാര സ്ഥാപനങ്ങളിലേക്കെല്ലാം പൊടിപടലങ്ങൾ കടന്ന് വ്യാപാരികളുടെ കച്ചവടത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കുഴിച്ച റോഡ് ടാർ ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നമെന്ന് നാട്ടുകാർ പറയുന്നു. കുഴിയെടുത്ത ഭാഗം മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. ഇതോടെ നഗരത്തിലെ കടകളും യാത്രികരും പൊടിയിൽ മുങ്ങുകയാണ്. മഴ പെയ്യുമ്പോൾ റോഡിലേക്ക് ചെളി ഒലിച്ചെത്തുകയാണെന്നും കീറിയ ഭാഗങ്ങൾ ഉടൻ റീടാറിംഗ് ചെയ്യണമെന്നും പ്രദേശവാസിയായ റഫീഖ് വഞ്ചാലി പറഞ്ഞു. കുരങ്ങാടി മുനിസിപ്പാലിറ്റിക്ക് ഒരു പാരമ്പര്യമുണ്ട്. അതൊരു പിന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യമാണ്. പക്ഷെ ഇപ്പോൾ അത് നെറുകേടിൻ്റെ ഒരു പാരമ്പര്യമാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ വഞ്ചിതരാക്കുന്ന ഒരു പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ചമ്മാട്ടങ്ങാടിയിലെ ശോചനാവസ്ഥ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എക്കാലത്തും എല്ലാ പ്രാവശ്യവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഏത് ഭരണം വന്നാലും ഏത് അധികാരികളൊക്കെ വന്നു കഴിഞ്ഞാലും അവരോടൊക്കെ നിരന്തരം ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ചമ്മാട്ടങ്ങാടിയുടെ വീതി കൂട്ടുന്ന ഒരു കാര്യം. ഇവിടെ വീർപ്പ് മുട്ടുകയാണ്, ഇതുകൊണ്ട് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പം നോക്കിയാലും വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഇവിടെ ബ്ലോക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ കീറിക്കൊണ്ടിരുന്നത്. അങ്ങനെ കീറിക്കോട്ടെ, അത് വിഷയമില്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും ഈ സംഗതി നടക്കുന്ന സംഗതിയാണ്. ഈ പെട്ടെന്ന് പൈപ്പ് ലൈൻ ഇടലും ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിലും വരും തലമുറകൾക്ക് വെള്ളത്തിൻ്റെ ഒരു ലഭ്യത വളരെ ദുർലഭമായിരിക്കും. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ കീറിയിട്ടുണ്ടാവുക. എന്നാലും അങ്ങനെ കീറിയാൻ പക്കം തന്നെ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിനുള്ള പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളത് അധികാരികളുടെ ഒരു ഉത്തരവാദിത്തമായിരിക്കും. ഇതൊരു ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ ഒറ്റ കാരണമാണ് നമ്മുടെ ഈ ചമ്മാട്ടങ്ങാടി ഇപ്പോഴും ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇങ്ങനെ ഒരു ചളിക്കട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇപ്പം എല്ലാ രാജ്യത്തും ഇതുപോലെ പൈപ്പ് ലൈൻ കീറുന്നുണ്ടെങ്കിലും അത് സോൾവ് ചെയ്തിട്ട് അടച്ചിട്ട് പോകുന്ന ഒരു ടാറിങ് ചെയ്ത് പോകുന്നൊരു നമ്മൾ കാണുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ, വിശേഷിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എപ്പോഴും അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ തീരുമാനം അതിപ്പോൾ അതിന് പിന്താങ്ങിക്കൊണ്ട് നമ്മളെ അധികാരി വർഗ്ഗങ്ങളും അതിന് പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇത് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഇനിയിപ്പോൾ വരും തലമുറയും ഇതന്നെ അനുഭവിക്കാറുള്ളത്. ഇതിൽ നിന്നൊക്കെ ഒരു സമഗ്രമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. അതിന് അധികാരി വർഗ്ഗങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൂടി മറ്റുള്ള വരും തലമുറയ്ക്ക് ഒരു പാഠമാകാൻ തക്ക രീതിയിൽ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പണി തീർത്തുകൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണം ഈ റോഡ്. ഇനിയിപ്പോൾ ഹൈവേൻ്റെ ഒരു പ്രശ്നം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്.
അപ്പോൾ അത് വാഹനങ്ങളൊക്കെ ഇതിൽ കൂടെ തിരിച്ചു വിടുന്നത്. ഇനി ഇവിടുത്തെ അവസ്ഥ പറയുമ്പോൾ പ്രദേശവാസികൾക്ക് കാൽനടയായിട്ട് പോലും നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് നല്ലൊരു മോചനം അനിവാര്യമാണ്. അതിന് എല്ലാവരും ഒറ്റക്കൈ കൊണ്ട് പ്രവർത്തിച്ച് മാത്രമേ നമുക്കിതിന് പിന്നെ ദ്രുതഗതിയിലുള്ള ഒരു പരിഹാരമാവും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. റീടാറിംഗ് ചെയ്യാതെ പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടിയാണ് നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പൊടി ഭക്ഷിച്ചും ചെളിതെറിച്ചും ഗതാഗതക്കുരുക്കിൽ ഇഴഞ്ഞു നീങ്ങിയുമെല്ലാം ചെമ്മാട്ടങ്ങാടിയിൽ എത്തുന്നവർക്ക് ദുരിതയാത്ര മാത്രമാണ് ഫലം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. ചെമ്മാടുകാർക്കിതാ ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.